ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ചെറിയൊരു ലഞ്ച് വ്ളോഗാണ് കേട്ടോ. നമ്മുടെ സാധാരണ നാടൻ ഊണ്, നമ്മുടെ സാധാ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ചെറിയ ചെറിയ കറികളും തനി നാടൻ രീതിയിലുള്ള കറികളൊക്കെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒക്കെ പരിപാടി കഴിഞ്ഞിട്ടാണ് കേട്ടോ ഉച്ചയ്ക്കത്തെ ഊണിന് വേണ്ടിയിട്ട് ഇറങ്ങിയത്. അപ്പോൾ കറി വെക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് തന്നെ മുരിങ്ങക്കായ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ ഞാൻ തോന്നുന്നു വലിയ വലിപ്പമൊന്നും വെക്കാത്ത ചെറിയ മുരിങ്ങക്കായാണ് കേട്ടോ. അപ്പോൾ അത് പറിക്കാൻ വേണ്ടി രാവിലെ ഇറങ്ങിയതാണ് കേട്ടോ ഞാൻ. അപ്പോൾ ഇന്നിപ്പോൾ ചാറുകറി ഉണ്ടാക്കാൻ വേണ്ടി മുരിങ്ങക്കായ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതായിരുന്നു. അപ്പോൾ നമുക്ക് രാവിലെ ആദ്യം നമുക്ക് തോരൻ ഉണ്ടാക്കാം കേട്ടോ. നമുക്ക് പയറും പാവയ്ക്കയും കൂടെ തോരൻ വെക്കാം. അതായത് ഒരുമിച്ചുള്ള കോമ്പിനേഷൻ ആരും കേട്ടിട്ടുണ്ടോയെന്ന് അറിയില്ല കേട്ടോ. നമ്മുടെ ഈ പരിസരങ്ങളിലൊക്കെ പയറും പാവയ്ക്കയും കൂടെ ഒരുമിച്ച് തോരൻ വെക്കും. ഞങ്ങളുടെ ആ വീടിൻ്റെ പരിസരത്തൊന്നും അങ്ങനെ ഇല്ല കേട്ടോ. ഞാനിവിടെ വന്നപ്പോഴാണ് കേൾക്കുന്നത് പയറും പാവയ്ക്കയും കൂടെ. അതായത് നമ്മൾ മഞ്ഞപ്പൊടിയൊന്നും ഇടാതെ ഉള്ളൊരു വെള്ളത്തോരനാണ് കേട്ടോ. നമുക്കപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ പയറാണ് കേട്ടോ അരിയാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളത് മെഴുക്കുവരട്ടിക്കല്ല നമ്മൾ തോരൻ അരിയുമ്പോൾ തന്നെ കട്ടി കുറച്ചിട്ട് ചെറുതായിട്ട് നല്ലോണം അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പയർ. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച പയറാണ്. എന്താ പറയുക, ഒരുപാട് അങ്ങനെ മൂത്ത പയറൊന്നും ഉണ്ടാകും. നല്ല ഫ്രഷ് നല്ല പച്ചപ്പയറാണ് കേട്ടോ. പയറരിഞ്ഞതിന് ശേഷം നമ്മൾ പാവയ്ക്ക കേട്ടോ. നമ്മൾ പാവയ്ക്ക കൊത്തി അരിയും. നമ്മൾ തോരൻ വെക്കാൻ വേണ്ടി കൊത്തി അരിയുമ്പോൾ പാവയ്ക്ക നല്ലോണം കൊത്തി ചെറുതായിട്ട് കട്ടി കുറച്ചിട്ട് ചെറുതായിട്ട് ആ പയറിനകത്തേക്ക്. അപ്പോൾ പയറും പാവയ്ക്ക അരിഞ്ഞതിന് ശേഷം നമ്മൾ അതിനകത്തേക്ക് വെല്ലുള്ളിയും പച്ചമുളകും അതുപോലെ തന്നെ കറിവേപ്പില, ഉപ്പ്, പിന്നെ തേങ്ങ ഇത്രയും ചിരണ്ടിയതിന് ശേഷം നമ്മളത് കൈ കൊണ്ട് തന്നെ നല്ലോണം ഒന്ന് തിരുമ്മി മിക്സ് ചെയ്ത് വെക്കും കേട്ടോ. പാവയ്ക്ക തന്നെ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും കേട്ടോ. നമ്മൾ സാധാ തോരൻ വെക്കുന്ന രീതിയിൽ തന്നെയാണ് കേട്ടോ ഇതും തോരൻ വെക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് അതിനകത്തേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒഴിച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ആവി കയറാൻ വേണ്ടി മാത്രം ശകലം വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ ഇത് വേവിക്കുന്നത്. ഇനിയിപ്പോൾ അതൊന്ന് ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത് നല്ലോണം ആവി കയറിയിട്ട് നല്ലോണം വെന്തോടെ അടി പിടിക്കുന്നുണ്ടോ എന്നൊന്ന് നോക്കിയാൽ മതി. കാരണം വെള്ളം അധികം നമ്മൾ ഒഴിക്കാത്തതുകൊണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ചാറുകറി ഇന്ന് വെക്കാൻ പോകുന്നത് ചക്കക്കുരുവും വെള്ളരിക്കയും മുരിങ്ങക്കോലും പിന്നെ ഒരു കുഞ്ഞു കഷ്ണം മാങ്ങയും കൂടി ഇട്ടിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ തേങ്ങ അരച്ച് വെച്ചിട്ട് ഒരു കറിയാണ് കേട്ടോ വെക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചക്കക്കുരു കുക്കറിനകത്ത് വേവിച്ചെടുക്കാൻ കേട്ടോ ചെയ്യുന്നത്. നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടി അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല. ജസ്റ്റ് ചക്കക്കുരു ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിനകത്ത് വെച്ചിട്ട് ഒരു ജസ്റ്റ് ഒറ്റ വിസിലടിച്ച് എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അതുപോലെ വെള്ളരിക്കൊക്കെ ഞാൻ ചെത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ചക്കക്കുരു വേവുന്ന സമയത്ത് നമുക്ക് വെള്ളരിക്കൊക്കെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വെക്കാം കേട്ടോ. അതുപോലെ തന്നെ മുരിങ്ങക്കോലും നമുക്ക് ഇതിൻ്റെ ഒപ്പം തന്നെ വേവിക്കാൻ പറ്റില്ല, കാരണം വെന്ത് അലിഞ്ഞു പോകും. അപ്പോൾ അത് സെപ്പറേറ്റ് ഒരു പാത്രത്തിനകത്ത് നമ്മൾ സെപ്പറേറ്റ് മുരിങ്ങക്കോൽ വേവിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അതിൽ മാങ്ങ എന്താ പറയുക, മാങ്ങ ഇതിനകത്ത് ഇടുന്നില്ല കേട്ടോ ഒരുമിച്ച്. നമ്മളിതൊന്ന് ചക്കക്കുരു വെന്തതിന് ശേഷമാണ് ഇതിനകത്തേക്ക് വെള്ളരിക്ക മാങ്ങ ആഡ് ചെയ്യുന്നത്. കാരണം പുളി ചെല്ലുമ്പോൾ ചക്കക്കുരു ചിലപ്പോൾ നല്ലോണം വെന്ത് അലിയാൻ പാടാന്ന് പറയുന്നതുകൊണ്ട് മാങ്ങയും വെള്ളരിക്ക നമ്മൾ സെപ്പറേറ്റ് അല്ലാതെ ചേർക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. മാങ്ങ നമുക്ക് അധികം ഒന്നും ആഡ് ചെയ്യേണ്ട കേട്ടോ. ഒരു ഫുൾ മാങ്ങയൊന്നും വേണ്ട, ഒരു കുഞ്ഞു കഷ്ണം മാങ്ങ എടുത്താൽ മതി. ജസ്റ്റ് ഒരു പുളിക്ക് വേണ്ടി മാത്രം ഒരു കുഞ്ഞു കഷ്ണം മാങ്ങ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഓരോരുത്തരുടെ പുളിക്ക് ഇഷ്ടത്തിനനുസരിച്ച് അത് ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഇത് ചെത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് എന്താ പറയുക, അതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് റെഡിയാക്കാം കേട്ടോ. തേങ്ങയും പിന്നെ പച്ചമല്ലി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം പച്ചമല്ലി നമുക്ക് നെഞ്ചരിച്ചിൽ അങ്ങനെ ഏതെങ്കിലും ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് ശകലം പച്ചമല്ലിയും കൂടെ ഈ തേങ്ങയുടെ കൂട്ടിയിട്ട് അരയ്ക്കുന്നുണ്ട് കേട്ടോ. അത് ചൂടാക്കിയിട്ട് അങ്ങനെയൊന്നുമല്ല, പച്ചമല്ലിയാണ് കേട്ടോ. പിന്നെ പച്ചമുളകിന് പകരം കാന്താരിയാണ് കേട്ടോ നമ്മൾ അരയ്ക്കുന്നത്. നമുക്ക് കാന്താരി ഇല്ലാത്തവർ പച്ചമുളക് ഇതാക്കാം. നമുക്ക് കാന്താരി മുളക് ഉള്ളതുകൊണ്ട് കാന്താരിയാണ് ഇട്ടിട്ടത്. അതുപോലെ തന്നെ കുറച്ച് ചെറിയുള്ളിയും എല്ലാം കൂടി ഇട്ടിട്ട് നല്ലോണം ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലോണം അരച്ചെടുത്തിട്ട് അരപ്പ് നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ മുരിങ്ങക്ക സെപ്പറേറ്റ് വെച്ചതുകൊണ്ട് നമ്മൾ അരപ്പായപ്പത്തിനും മുരിങ്ങക്കായെല്ലാം ഏകദേശം നല്ലോണം തന്നെ വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ ചക്കക്കുരു റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ല തവി കൊണ്ട് നല്ലോണം തന്നെ ഉടച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നല്ലോണം വെന്തലിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ലോണം ഉടയും. അപ്പോൾ നമുക്ക് ചാറിന് നല്ല കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അത് നല്ലോണം ഉടച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ആ ഉടച്ചതിനകത്തേക്ക് വെള്ളരിക്കയും പച്ചമാങ്ങ അരിഞ്ഞ് വെച്ചതും കൂടെ നമ്മൾ ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളവും കുറച്ച് ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടാണ് എടുത്ത് വേവിക്കുന്നത്. സെപ്പറേറ്റ് പച്ചമുളകോ മഞ്ഞൾപ്പൊടിയൊന്നും ഇതിനകത്തേക്ക് ആഡ് ചെയ്യണമെന്നില്ല. കാരണം നമ്മൾ അരപ്പിനകത്ത് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് സെപ്പറേറ്റ് ഇതിനകത്തേക്ക് പച്ചമുളകോ തേങ്ങയോ വേറെ ഒന്നും തന്നെ എക്സ്ട്രാ ഒന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ.
ഇത് നല്ലോണം വെന്തതിന് ശേഷം നമ്മൾ വെന്തിരിക്കുന്നത് മുരിങ്ങക്കോൽ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അരപ്പിടുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇതൊന്നും നല്ലോണം വെന്തതിന് ശേഷം ആ മുരിങ്ങക്കോലും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കിയെടുക്കുക. എന്നിട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും പിന്നെ ആവശ്യത്തിന് നമുക്ക് വെള്ളം വേണമെങ്കിൽ വെള്ളമൊക്കെ ആഡ് ചെയ്തിട്ട് ഒഴിച്ചെടുക്കുക കേട്ടോ. ഞാൻ അരപ്പിനകത്ത് അധികം വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ അരപ്പിട്ട് കഴിഞ്ഞപ്പോൾ കുറച്ച് ആ ജാറ് ജസ്റ്റ് കഴുകി കുറച്ച് വെള്ളം കൂടെ അതിനകത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ആവശ്യത്തിന് ചാറ് കൂട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ആവശ്യത്തിന് ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പും കൂട്ടി വെച്ച് ജസ്റ്റ് ചെറുതായിട്ടൊരു തിള വന്നു കഴിയുമ്പോൾ മാറ്റി വെക്കാം കേട്ടോ. എന്നിട്ട് പിന്നെ ചെറിയുള്ളിയും കറിവേപ്പിലയും എണ്ണയ്ക്കകത്ത് കടുക് പൊട്ടിച്ചിട്ട് ജസ്റ്റ് വറവിട്ട് എടുക്കാം കേട്ടോ. അപ്പം നമ്മൾ ചാറുകറി ഏകദേശം റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ചാറ് ഏകദേശം ചെറിയ തളയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ചെറിയുള്ളിയും കടുകും എല്ലാം കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വറവിട്ട് മതി കേട്ടോ. അപ്പോൾ ഉള്ളി നല്ലോണം കരിയാൻ നിൽക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് മൂത്ത് കഴിയുമ്പോൾ സാധാ നമ്മൾ എടുക്കുമ്പോൾ തന്നെ വറവിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ചാറുകറിയും കൂടി റെഡി ആയതിനു ശേഷം ജസ്റ്റ് ഒരു മസാല ഓംലേറ്റും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചോറിന് നമുക്കൊന്ന് മീനൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു മസാല ഓംലേറ്റാണ് കേട്ടോ ഇന്നത്തേക്ക് ഉച്ചക്കത്തെ ചോറിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ സാധാ മുട്ട പൊരിക്കുമ്പോൾ തന്നെ 2 മുട്ടയ്ക്കകത്തേക്ക് ഉപ്പും കുരുമുളകും പിന്നെ നമ്മുടെ വെള്ളിയുള്ളി പച്ചമുളകും കൂടി ഇട്ടിട്ട് നല്ലോണം ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുക കേട്ടോ. അത് അതിന് ശേഷം ഒരു പാൻ എടുത്ത് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് എണ്ണ ചൂടായി വരുമ്പോൾ വെളുത്തുള്ളി പച്ചമുളകും കറിവേപ്പിലയും അതുപോലെ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെല്ലുള്ളിയും കൂടി ഇട്ടിട്ട് വഴറ്റി കൊടുക്കുക കേട്ടോ. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം വഴറ്റി കൊടുക്കുക. അത്യാവശ്യം നല്ല ഉള്ളി നല്ലോണം വാടുന്ന വരെ നല്ലോണം തന്നെ വഴറ്റി കൊടുക്കുക കേട്ടോ. ഉള്ളി എന്താ അത്യാവശ്യം നല്ല ഒരു ബ്രൗൺ ആവണ്ട, നല്ലോണം വഴറ്റി കൊടുക്കുക. അതിന് ശേഷം അതിനകത്തേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. അതായത് ആ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്ന വരെ നല്ലോണം ഒന്ന് വഴറ്റി മൂപ്പിച്ച് കൊടുക്കുക. അതിൽ നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ നല്ല തെളിഞ്ഞ് വരുന്ന വരെ നല്ലോണം ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ നല്ലോണം തെളിഞ്ഞ് വന്ന് കഴിയുമ്പോൾ നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന മുട്ട ഇതിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് നല്ല മുട്ട നല്ലോണം ഒന്ന് മുരിഞ്ഞ് കഴിയുമ്പോൾ ജസ്റ്റ് മറിച്ചിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ഇതുപോലെ ഓംലേറ്റ് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഓംലേറ്റും ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതൊന്ന് സെറ്റായി കഴിയുമ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ടെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇന്നത്തെ ചോറും കറിയൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനിപ്പോൾ കിച്ചൺ ക്ലീനിങ് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കാരണം ഇന്നിപ്പോൾ രാവിലെ തൊട്ടുള്ള പരിപാടിയുടെ പാത്രങ്ങളൊക്കെ കഴുകാൻ കിടക്കുന്നുണ്ട്. അപ്പം നമുക്കിനി കിച്ചണും കൂടി ഒന്ന് ക്ലീൻ ചെയ്യാം. അപ്പോൾ അത് അത്യാവശ്യത്തിന് പാത്രങ്ങളൊക്കെ സിങ്കിൽ തന്നെ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെച്ച് സ്ലാബൊക്കെ കുറേ വെള്ളവും കാര്യങ്ങളൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ട്. നമ്മൾ അരിഞ്ഞ പച്ചക്കറിയുടെയൊക്കെ വേസ്റ്റൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു. അത് നമുക്ക് സ്ലാബൊക്കെ ക്ലീൻ ചെയ്ത് ഒന്ന് അടിച്ചു വാരി അടുക്കളയിൽ ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. രാവിലെ ഒരു ട്രിപ്പ് വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞതാണ് കേട്ടോ. പക്ഷെ നമ്മളെന്തായാലും കുക്കിങ് കഴിയുമ്പോൾ നമ്മളെന്തായാലും കിച്ചൺ പിന്നെയും വൃത്തികേടാം. അപ്പോൾ നമ്മളൊന്നും കൂടി എന്തായാലും ക്ലീൻ ചെയ്യേണ്ടി വരും കേട്ടോ. അപ്പോൾ നമ്മൾ കുക്കിങ്ങും പിന്നെ ക്ലീനിങ്ങും ഒക്കെ കഴിയുമ്പോൾ ഉച്ചക്കത്തെ ഊണിൻ്റെ സമയമാവും. അപ്പോൾ നമ്മളിതാ വേഗം നമുക്ക് വേസ്റ്റുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു ചെരുവോടെ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ പച്ചക്കറി കഴുകാനൊക്കെ എടുത്തതാണ്. അപ്പോൾ അതിനകത്തേക്ക് തന്നെ ഞാൻ വേസ്റ്റൊക്കെ ഇട്ടിട്ട് പുറത്ത് കൊണ്ട് കളയാമെന്ന് വിചാരിച്ചിട്ട് അതിനകത്തേക്ക് ഞാൻ കേട്ടോ വാരി ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ സ്ലാബൊക്കെ ആയാലും നല്ലോണം ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒരു തുണി കൊണ്ട് നല്ലോണം ഒന്ന് തുടച്ചെടുത്ത് ജസ്റ്റ് ഒന്ന് അടുക്കളയൊക്കെ ഒന്ന് അടിച്ച് വാരിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ.